ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ സ്കോഡ കൈലാക്കിലെ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റ് ആണ്. കൈലാക്കിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സിഗ്നേച്ചർ പ്ലസ് വേരിയന്റ് ആണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയന്റിൽ തന്നെ സ്കോഡ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ആകെ മിസ്സിംഗ് ഉള്ളത് ഇതിന്റെ ബാക്ക് വൈപ്പർ മാത്രമാണ്. ബാക്കി എല്ലാ സംഭവങ്ങളും ഈ ഒരു വേരിയന്റിൽ സ്കോഡ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ GST ബെനിഫിറ്റ് വന്നപ്പോൾ 70,000 രൂപ തൊട്ട് 1,20,000 രൂപ വരെയാണ് കൈലാക്കിന് പ്രൈസിൽ കുറവ് വന്നിരിക്കുന്നത്. അതായത് GSTയുടെ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഓണം ഓഫറും അല്ലെങ്കിൽ സെപ്റ്റംബർ മന്തിലെ ഓഫറും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഓഫറുകൾക്ക് ശേഷം കൈലാക്കിന് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, അത് ബേസ് വേരിയന്റ് ടു ടോപ്പ് എൻഡ് വരെ നോക്കാം. എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു നോക്കാം. കൈലാക്കിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒട്ടും കൺഫ്യൂസിങ് ഇല്ലാണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ സെഗ്മെന്റിലെ കൈലാക്ക്. കാരണം ഇതിനകത്ത് ആകെ 4 വേരിയന്റുകളെ സ്കോഡ കൊടുത്തിട്ടുള്ളൂ. ക്ലാസിക്, സിഗ്നേച്ചർ പ്ലസ്, പിന്നെ പ്രസ്റ്റീജ്. വേരിയന്റുകളിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചേഴ്സിലെ ഡിഫറൻസ് മാത്രമാണ്. എഞ്ചിനിലോ മറ്റു ട്രാൻസ്മിഷനിലോ യാതൊരു ഡിഫറൻസും വരുന്നില്ല. ബേസ് വേരിയന്റിൽ ഓട്ടോമാറ്റിക് ആസ് യൂഷ്വൽ കൊടുത്തിട്ടില്ല. സെക്കൻഡ് വേരിയന്റ് ഓട്ടോമാറ്റിക്കും കൊടുത്തിട്ടുണ്ട്. അതും 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം മൈലേജും കമ്പനി തരുന്നുണ്ട്. ഏകദേശം ഒരു 19 ഒക്കെ തന്നെയാണ് കമ്പനി പറയുന്ന മൈലേജ്. 15-നും 16-നും ഇടയ്ക്കൊക്കെ മൈലേജ് കിട്ടും. ബെസ്റ്റ് ഇൻ ക്ലാസ് സേഫ്റ്റിയാണ് ഈ വാഹനം ഓഫർ ചെയ്യുന്നത്. ബെസ്റ്റ് ഇൻ ക്ലാസ് ഫീച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷും നല്ല ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് സ്കോഡയുടെ കയ്യിൽ. അതായത് ഒരു സ്കോഡ വാഹനത്തിൽ ഉണ്ടാവേണ്ട എല്ലാ പോസിറ്റീവ്സും നമുക്ക് ഈ ചെറിയ സ്കോഡയുടെ കൈലാക്കിലും കാണാനായിട്ട് പറ്റും. ഇപ്പോൾ GSTയുടെ ബെനിഫിറ്റ് കാര്യങ്ങൾ വന്നപ്പോൾ ഈ വാഹനം ഒന്നും കൂടിയും ഫ്രണ്ട്ലി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ 7.54 ലാക്സ് ആണ് ഈ വാഹനത്തിന്റെ ബേസ് വേരിയന്റിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ. അവിടുന്ന് തൊട്ട് 15.44 ലാക്സ് വരെ ആണ് ഈ വാഹനത്തിന്റെ പ്രൈസ് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഈ വേരിയന്റ് ആയ സിഗ്നേച്ചർ പ്ലസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് തൊട്ട് ഈ സിഗ്നേച്ചർ പ്ലസ് വരെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ്. ടോപ്പ് എൻഡിൽ മാത്രമാണ് നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് ലഭിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ ടോപ്പിലായിട്ട് നമുക്ക് DRL കാണാം. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് ബേസ് വേരിയന്റ് തൊട്ടേ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ LED ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ സ്ലോട്ടോടെ LED ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് ഒരു ക്രോം ലൈൻസ് കാര്യങ്ങൾ കാണാം. ഫ്രണ്ടിലെ ഗ്രില്ല് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന്റെ ടോപ്പിൽ സ്കോഡയുടെ ലോഗോ, മറ്റേ കോഡിയാക്കിനൊക്കെ ഇൻസ്പയർഡ് ചെയ്ത ഗ്രില്ല് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ പാർക്കിംഗ് സെൻസേഴ്സ് സംഭവങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫ്രണ്ടിൽ നമുക്ക് ഒരു സിൽവർ ഫിനിഷിൽ അല്ലെങ്കിൽ ബ്രഷ്ഡ് സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കാണാം. 189 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് കോഡിയാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനത്തിന് സിഗ്നേച്ചർ പ്ലസും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും വശങ്ങളിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം സിഗ്നേച്ചർ വേരിയന്റ് തൊട്ടേ നമുക്ക് സെയിം അലോയ്സ് ആണ് തരുന്നത്. ടോപ്പ് എൻഡ് പ്രസ്റ്റീജിൽ മാത്രമാണ് 17 ഇഞ്ച് വീൽസ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ നമുക്ക് 205/16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിലെ ഡ്രം ബ്രേക്കുകളുമാണ്. ഒരു സിൽവർ ഫിനിഷിലുള്ള അലോയ്സ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് സ്കോഡയുടെ ലോഗോ. മിറേഴ്സിൽ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക്. വശങ്ങളിൽ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നതാണ്. അപ്പോൾ സെന്റർ പോർഷനിലേക്ക് വരുമ്പോൾ അത് വലിപ്പം കൂടി വരുന്നുണ്ട്. ഒരു SUV ലുക്ക് ഒക്കെ തരാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഡോർ ഹാൻഡിലിനകത്ത് നമുക്ക് ആ ഒരു ക്രോം ഇൻസേർട്ട് കാണാം. കീലെസ് എൻട്രി ആണ് ഈ വാഹനം. അതിന്റെ റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസുകളാണ്. ടോപ്പിൽ നമുക്ക് റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നത്. അതൊരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഡു നോട്ട് അപ്ലൈ ലോഡ്സ് എന്നും പറഞ്ഞ ഒരു ഇൻഡിക്കേഷൻ അതിനകത്ത് കാണാം. ഇതൊരു ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആന്റിനയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിലെ ഡോർ ഹാൻഡിൽസിനും ആ ഒരു ക്രോം ഫിനിഷ്, ഒരു ക്രോം ടച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിഗ്നേച്ചർ വേരിയന്റുമായിട്ട് വശങ്ങളിൽ നിന്നുള്ള ഒരു ഡിഫറൻറ്റ് ഈ വരുന്ന ഒരു ക്രോമിന്റെ ഇൻസേർട്ട് മാത്രമാണ്. മറ്റെല്ലാ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് വേരിയന്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരേ ഒരു ഡിഫറൻസ് ഇതിൽ ബാക്കിൽ വൈപ്പർ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. മറ്റ് ഫീച്ചേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ സ്പോയിലർ വരുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ കൈലാക്കിനൊരു സ്പോയിലറും കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പോർട്ടി ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ബാക്കിൽ ഡീഫോറുള്ള ഗ്ലാസ്സുകളാണ്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ആദ്യം പറഞ്ഞാൽ വൈപ്പർ വരുന്നില്ല. ഇവിടെ സ്കോഡ എന്ന് പറഞ്ഞ ബാഡ്ജും കൊടുത്തിരിക്കുന്നു. അതൊരു ബ്ലാക്ക് ക്ലാഡിങ്ങിനകത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
ഇപ്പോൾ ബേസ് വേരിയന്റിൽ ആ ബ്ലാക്ക് ക്ലാഡിങ് വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിലും കുറച്ചും കൂടി കാണാൻ ഭംഗി ബേസ് വേരിയന്റിന്റെ ബാക്ക് വശമാണ്. ഇപ്പോൾ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, അതോടെ താഴെ കൊടുത്തിരിക്കുന്നു. ടൈലൈറ്റിലേക്ക് വന്നാൽ ടൈലൈറ്റ് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നാൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം. ബാക്കിൽ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ സ്കിറ്റ് പൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. നമുക്ക് കൈലാക്കെന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. അതല്ലാണ്ട് വേരിയന്റിന്റെ ബാഡ്ജിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സെഗ്മെന്റിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള ബൂട്ടുകളാണ് ശരിക്കും കൈലാക്കിൽ വരുന്നത്. 446 ലിറ്റർ ആണ് ഈ ബൂട്ടിന്റെ കപ്പാസിറ്റി വരുന്നത്. ബാക്കിലേക്ക് പാഴ്സൽ ട്രേ വരുന്നുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. ബാക്കിലെ സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. സ്പെയർ വീല് ഇതിനകത്ത് വരുന്നുണ്ട്. അത് ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിൽ വേറെ ഫീച്ചേഴ്സിൽ കാര്യങ്ങളൊന്നും കുറവ് വന്നിട്ടില്ല. ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്കർ സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഇന്റീരിയർ ആണ്, പക്ഷെ ഒരു ഡ്യുവൽ ടോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ലൈറ്റ് വൈറ്റ് ഫിനിഷ് അല്ലെങ്കിൽ ഒരു ബേജ് ഫിനിഷ് നമുക്ക് സെൻട്രൽ കൺസോളിൽ കാണാനായിട്ട് പറ്റും. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ തന്നെ കാണാം. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, അത് 4 ഡോറിലും 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മിറേഴ്സ് കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിലാണ് വരുന്നത്. താഴെ സ്പീക്കർ വീലിൽ കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ട് ആയിട്ടുള്ള സൈഡിലൊക്കെ ഒരു വൈറ്റ് ഫിനിഷ് വരുന്ന സീറ്റുകളാണ് വരുന്നത്. ഫാബ്രിക് സീറ്റുകളാണ് ഈ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. ഇത് മാനുവൽ വേരിയന്റ് ആണ്, എന്നാലും നമുക്ക് ഡെഡിക്കേറ്റ് ഉള്ള ഡെഡ് പെഡൽ അവിടെ കാണാനായിട്ട് പറ്റും. നമ്മളുടെ ഹെഡ്ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺസ്, അത് ഓൺ ഓഫ് ചെയ്യാനുള്ള പാർക്ക് ലൈറ്റിന്റെ ഒരു സ്വിച്ച് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. AC വെന്റ്സ് ചുറ്റും എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ് നമുക്ക് വരുന്നത്. സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ തരുന്നത്. ആ ടോപ്പ് എൻഡിൽ വരുന്ന സെയിം 10.25 ഇഞ്ചിന്റെ സ്ക്രീൻ കൊടുത്തിരിക്കുന്നു. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ആ സെയിം ടോപ്പ് എൻഡിൽ വരുന്ന ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അങ്ങനെ ഇന്റീരിയറിൽ കയറി കഴിഞ്ഞാൽ ആരും ടോപ്പ് എൻഡ് അല്ല എന്ന് പറയത്തില്ല. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കോഡയുടെ ആ ഒരു തനതായ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഒരു ക്രോം ലൈൻസ് കാര്യങ്ങൾ കാണാം. നടുക്ക് സ്കോഡയുടെ ലോഗോ. നമുക്ക് ലെതർ റാപ്ഡ് ആയിട്ടാണ് സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നത്. ഇടത് വശത്തായിട്ട് നമുക്ക് മ്യൂസിക്കിന്റെ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻ ബേസ് വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട്. ഇടത് വശത്തായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും വലതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും ആണ് കൊടുത്തിരിക്കുന്നത്. സ്കോഡ വാഹനങ്ങളിൽ മറ്റ് മാരുതി വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് അത് വരുന്നത്. ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അറിയാനായിട്ട് പറ്റും. ഡിസ്റ്റൻസ് ടു എംറ്റി, ആവറേജ് ഫ്യൂൽ, സ്പീഡ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യുന്ന സ്റ്റിയറിംഗ് വീലിലെ ഈ ബട്ടൺസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കൺട്രോൾ ചെയ്യുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിലൊക്കെ കണ്ടുവന്നിരുന്ന സെയിം 10.25 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ്. അതിനകത്ത് ആൻഡ്രോയിഡ് തൊട്ട് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. 4 സ്പീക്കറും 2 ടൂട്ടോടും കൂടിയ സിസ്റ്റമാണ്. ഫോണൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റ് പോലെ യൂസ് ചെയ്യാം. നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീനാണ്. അതിനകത്ത് ഡ്രൈവിംഗ് ഡേറ്റ, ഡ്രൈവിംഗ് ഇൻഫർമേഷൻസ്, സ്കോഡ ആപ്പ്, അങ്ങനെ വളരെ ടച്ച് റെസ്പോൺസീവ് ആയിട്ടുള്ള നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീൻ എന്ന് തന്നെ പറയാം. അതിനകത്ത് മറ്റ് ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് ഫോൺ കണക്ട് ചെയ്യുമ്പോൾ ഒരു ടാബ്ലറ്റ് പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഫുൾ സ്ക്രീനിൽ വരുന്നില്ല, ഒരു സെൻറ്റർ സ്ക്രീൻ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ക്ലാരിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള സ്ക്രീനാണ്. ആ സെൻറ്റർ കൺസോളിൽ തന്നെയാണ് വശത്തായിട്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺസും പിന്നെ ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെന്റ്സിന് ചുറ്റും എല്ലാം ഒരു ക്രോം ഇൻസെറ്റ് കാണാനായിട്ട് പറ്റും. അതിന് താഴെ നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്കിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടിന്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആ ഒരു ടെമ്പറേച്ചർ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഒരു ടച്ച് എന്നുള്ള രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഫാൻ സ്പീഡൊക്കെ നമുക്ക് ഈസിലി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ഇവിടെ 2 Type-C ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. 2ഉം Type-C ആണ് കൊടുത്തിരിക്കുന്നത്. വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷൻസ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. ഇവിടെ നമുക്ക് 12 വോൾട്ടിന്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. 6 സ്പീഡാണ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത്. അതിന്റെ ഒരു ഗിയർ ലിവർ കാണാം. ടോപ്പിലെല്ലാം നമുക്ക് ആ ഒരു ക്രോം ഫിനിഷ് കാണാം. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷനൽ ആയിട്ടുള്ള 2 ഫ്ലിപ്പ് കീസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്.
അതിനോട് ചേർന്ന് നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് സോഫ്റ്റ് ടച്ച് ആണ് ടോപ്പിലെല്ലാം. അത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. അത് കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. ഇവിടെയും നമുക്ക് ആ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത് കാണാം. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. ഫ്രണ്ടിൽ ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടില്ല. നമുക്ക് കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs ആണ് കൊടുത്തിരിക്കുന്നത്. അകത്ത് റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഗ്ലോ ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. അതിനകത്ത് കൂൾഡ് ഫീച്ചറും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം സംഭവങ്ങളൊക്കെ കൂളായിട്ട് മെഡിസിൻസ് ഒക്കെ വെച്ച് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് എന്ന് പറയാം. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഡാഷ്ബോർഡിന്റെ ഒരു കളർ പാറ്റേൺ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് നമുക്ക് ഈ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. ബാക്കി യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഈ ബാക്ക് ഡോറൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്ക് പക്കാ അതൊരു ഭയങ്കര സ്ട്രോങ് ആൻഡ് സോളിഡ് വാഹനമായിട്ട് ഫീൽ ചെയ്യും. ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ്, സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെ 2 Type-C ചാർജിങ് പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ബാക്കിൽ 2 Type-C, ഫ്രണ്ടിൽ 2 Type-C. അപ്പൊ 4 Type-C ചാർജിങ് പോർട്ടും ഒരു 12 വോൾട്ടിന്റെ ചാർജിങ് പോർട്ടും സ്കോഡയുടെ ഈ കൈലാക്കിൽ വരുന്നുണ്ട്. ബാക്കിലേക്ക് നമുക്ക് സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഐസെഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ കാണാം. സെന്റർ ആംറസ്റ്റ് വേരിയന്റിൽ വരുന്നുണ്ട്. അതിന്റെ നിരത്തി കപ്പ് ഹോൾഡേഴ്സ് കാണാം. 3 പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് ഇപ്പൊ എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. കളെല്ലാം അകത്ത് വെച്ചുകൊണ്ട് സുഖമായിട്ടിരിക്കാം. അത്യാവശ്യം നല്ല ടൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 2 പേർക്കാണ് ശരിക്കും കംഫർട്ടായിരുന്നു യാത്ര ചെയ്യാൻ പറ്റിയ കാര്യം. സെൻട്രലിൽ ഇങ്ങനെ ഒരു ആംറസ്റ്റ് ഉള്ളത് കൊണ്ട് അവിടെ ഇരിക്കുന്ന ആൾ അത്ര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്താൽ 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതും LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും 2 വശത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് പാർസൽ ട്രേ പോലെയുള്ള സംഭവങ്ങളും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഉയർന്ന സീറ്റിംഗ് പൊസിഷനിൽ ഇരുന്ന് ബാക്ക് സീറ്റിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റും. കൈലാക്ക് സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ഗ്ലോബൽ ആൻഡ് ക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് കൈലാക്ക്. ABS, CBT, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ വരേണ്ട എല്ലാ ഫീച്ചേഴ്സും കൈലാക്കിന്റെ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിലും സ്കോഡ കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഈ വാഹനത്തിന്റെ ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ ഒരൊറ്റ എഞ്ചിനും 2 ഗിയർ ബോക്സ് ഓപ്ഷനും മാത്രമേ വരുന്നുള്ളൂ. രണ്ടെന്ന് വെച്ചാൽ ഒരു 6 സ്പീഡ് മാനുവലും ഒരു 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കും. എഞ്ചിൻ 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 114 HP ആണ് പവർ വരുന്നത്. 178 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. മൈലേജ് നോക്കുകയാണെങ്കിൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 19.6 റിയൽ ലൈഫിൽ ഓടിക്കുന്നവർക്ക് ഒരു 15-നും 16-നും ഇടയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതിപ്പോൾ ഓൺലൈൻ റിവ്യൂസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും ആവറേജ് 15 എല്ലാവരും ക്ലെയിം ചെയ്തിരിക്കുന്ന മൈലേജ്. അപ്പോൾ നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ മൈലേജ് കൂടുതൽ കിട്ടും. അതല്ല, ടർബോ എഞ്ചിനാണ്, കാല് കൊടുത്ത് നല്ല ചവിട്ടി പൊളിച്ച് ഓടിക്കാനും രസമുള്ള ഒരു വാഹനമാണ്. അതുകൊണ്ട് ഓടിക്കുകയാണെങ്കിൽ മൈലേജ് അനുസരിച്ച് ഡ്രോപ്പ് ആവും. കൈലാക്കിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ GST ബെനിഫിറ്റ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് വന്നിരിക്കുന്ന ഒരു കോമ്പാക്ട് SUV-കളിൽ ഒന്നാണ് നമ്മളുടെ സ്കോഡ കൈലാക്ക്. അതിൽ ഇപ്പോൾ ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ ഒരേ എഞ്ചിൻ ഓപ്ഷൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പ്രൈസ് ഡിസ്കൗണ്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 70,000 രൂപ തൊട്ട് 1,20,000 രൂപ വരെയുടെ പ്രൈസ് കുറവാണ് കൈലാക്കിന് വന്നിരിക്കുന്നത്. ക്ലാസിക് ബേസ് വേരിയന്റ് 825 ആയിരുന്നു അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇപ്പോൾ അത് 754 കുറഞ്ഞിട്ടുണ്ട്. അതായത് 70,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ്. ഇപ്പോൾ അതിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ 973 ആയിരുന്നു എൻ്റെ ഓൺ റോഡ് പ്രൈസ്. ഇപ്പോൾ 9,03,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. അഡീഷണലി നിങ്ങൾക്ക് ഈ വാഹനത്തിൽ സെപ്റ്റംബർ മന്തിൽ ഓഫർ അവൈലബിൾ ആണ്. ഏകദേശം 55,000 രൂപ വരെയൊക്കെയാണ് ടോട്ടൽ ബെനിഫിറ്റ് പറയുന്നത്. അതിനകത്ത് 25,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ്, അല്ലെങ്കിൽ ലോയൽറ്റി ബെനിഫിറ്റ്, 25,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫർ, പിന്നെ ഈ വാഹനം വാങ്ങുന്ന സമയത്ത് 3 കൊല്ലത്തെ വാറണ്ടി കാര്യങ്ങൾ കമ്പനി തരുന്നുണ്ട്. നിങ്ങൾക്ക് 1 കൊല്ലത്തേക്ക് 2 കൊല്ലത്തേക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടി അഡീഷണൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ കൈലാക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കോഡയുടെ വാഹനമാണ്, മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണെന്നൊക്കെ പറയുന്നവർക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടി ഒക്കെ എടുത്ത് 5 കൊല്ലം വരെയൊക്കെ സെറ്റ് ആകുകയാണെങ്കിൽ വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നോർമൽ ഒരു വാഹനം കൊണ്ട് നടക്കുന്ന രീതിയിൽ തന്നെ കൈലാക്കും കൊണ്ട് നടക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കൈലാക്കിന്റെ ഒരു ബേസ് വേരിയന്റ് ഓഫറുകളും കൂടി നിങ്ങൾ എലിജിബിൾ ആവുകയാണ് എങ്കിൽ 8.5 ലക്ഷം രൂപയ്ക്ക് ഒരു സ്കോഡ കാറ്, അത് പുത്തൻ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതാണ് ഇതിന്റെ ബേസ് വേരിയന്റ്.
സെക്കൻഡ് വേരിയന്റ് ആയ സിഗ്നേച്ചറിലേക്ക് വന്നാൽ സിഗ്നേച്ചറിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് മാനുവലിന് 11,50,50,000 രൂപയായിരുന്നു. ഇപ്പോൾ GST ബെനിഫിറ്റിന് ശേഷം നമ്മൾക്ക് 10,69,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. 85,000 രൂപയുടെ കുറവ്. ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 12,80 ആയിരുന്നു അതിന്റെ പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ 11,85,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ഇറങ്ങും. സിഗ്നേച്ചർ ഓട്ടോമാറ്റിക്കിന്റെ കാര്യമാണ്. 95,000 രൂപയുടെ പ്രൈസ്. അതായത് ഈ വാഹനത്തിന്റെ സിഗ്നേച്ചർ ഓട്ടോമാറ്റിക്കിന് ഇപ്പോൾ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 9,99,999 ആയിട്ട് സ്കോഡ കൊണ്ടിട്ടുണ്ട്. അതായത് 10 ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രൈസിൽ താഴെ സ്കോഡയുടെ കൈലാക്ക് ഓട്ടോമാറ്റിക് ഓൺ റോഡിലേക്ക് വരുമ്പോൾ 11,85. മറ്റു ഓഫറും കൂടി എലിജിബിൾ ആവുകയാണെങ്കിൽ ഒരു 11.5 ലക്ഷം രൂപയ്ക്കൊക്കെ എന്താണെങ്കിലും ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ആ ഒരു ബഡ്ജറ്റിന് വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി കാറാണ് സ്കോഡയുടെ കൈലാക്ക്. ഇനിയിപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സിഗ്നേച്ചർ പ്ലസിലേക്ക് വന്നാൽ കൈലാക്കിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റും ഈ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റ് ആണ്. ഈ വാഹനത്തിന് 13,51,000 രൂപയായിരുന്നു മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ 12,54, 96,000 രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത്. സിഗ്നേച്ചർ പ്ലസ് ഓട്ടോമാറ്റിക്കിലേക്ക് വന്നാൽ 14,79 ആയിരുന്നു അതിന്റെ പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ 13,73, അതായത് 1,05,000 രൂപയുടെ പ്രൈസിന്റെ കുറവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 13,73 നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓഫർ എലിജിബിൾ ആവുകയാണെങ്കിൽ 13.5 ലക്ഷം രൂപയ്ക്ക് സ്കോഡയുടെ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു 6 ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഉള്ള കോമ്പാക്ട് SUV 100% സ്കോഡ നോക്കുന്നവർക്കോ അല്ലെങ്കിൽ ആ ബഡ്ജറ്റിൽ ഏത് കോമ്പാക്ട് SUV അല്ലെങ്കിൽ ഏത് കാർ നോക്കുന്നവർക്കും കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമായിട്ട് ഈ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റ് മാറിയിട്ടുണ്ട്. ടോപ്പിന്റെ വേരിയന്റ് ആയ പ്രസ്റ്റീജിലേക്ക് വന്നാൽ പ്രസ്റ്റീജ് മാനുവലിന് 15,43 ആയിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ 14,33, അതായത് 1,10,10,000 രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത്. പ്രസ്റ്റീജ് ഓട്ടോമാറ്റിക്, അതായത് ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വേരിയന്റിന് 16,63,000 രൂപയായിരുന്നു അതിന്റെ പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ 15,44,000 രൂപ, 1,20,000 രൂപയുടെ GST ബെനിഫിറ്റ്. ഓഫറുകൾ നിങ്ങൾ അത്യാവശ്യം എലിജിബിൾ ആവുകയാണെങ്കിൽ 15 ലക്ഷം രൂപയ്ക്ക് കൈലാക്കിന്റെ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. ബ്രസയുടെ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക്കിന് ഇപ്പോഴും 17 ലക്ഷം രൂപയുടെ അടുത്ത് 16 ലക്ഷം രൂപയുടെ അടുത്ത് പ്രൈസ് ഉണ്ട്. നെക്സോണിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ കൂടുതലാണ്. അപ്പോൾ 15 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു സ്കോഡ, അതും ടോപ്പ് എൻഡ് വേരിയന്റ്, അത്യാവശ്യമായിട്ട് എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്ന ഒരു വാഹനം തീർച്ചയായിട്ടും ഇപ്പോൾ കൈലാക്കും കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനമാണ്. ബേസ് വേരിയന്റിന്റെ വേറെ അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മളുടെ ബലേനയുടെയൊക്കെ ഒരു സെക്കൻഡ് വേരിയന്റ് അല്ല തേർഡ് വേരിയന്റ് ഓട്ടോമാറ്റിക്, സീറ്റ ഓട്ടോമാറ്റിക് ഒക്കെ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ ഇതിന്റെ ബേസ് വേരിയന്റ് കൺസിഡർ ചെയ്യാം. അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കൊരു ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് സേഫസ്റ്റ് കോമ്പാക്ട് SUV ആ ഒരു ബഡ്ജറ്റിന് നിങ്ങൾക്ക് ഇറക്കാം. അതാണ് ഈ വാഹനത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇപ്പോൾ സ്കോഡയുടെ വാഹനങ്ങളും സാധാരണക്കാർക്ക് കൈയെത്തുന്ന ദൂരത്തേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൈസിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന GST ബെനിഫിറ്റ് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടിട്ട് അതിന്റെ പൈസയും കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ 5 കൊല്ലത്തെ മെയിൻ്റനൻസ് ഇൻ കേസ് എന്തെങ്കിലും വന്നാൽ തന്നെ കവറപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ആരൊക്കെയോ കുറെ ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു കൈലാക്കിന്റെ GST ബെനിഫിറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് ആ കറക്റ്റ് ഒരു പ്രൈസ് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തതാണ്. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് സ്കോഡയുടെ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. കൈലാക്കോ ഏത് വാഹനമാണെങ്കിലും ബുക്ക് ചെയ്യാം. എവിടെ വേണമെങ്കിലും ഒരു ഡെലിവറി കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.